ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള പ്രീമിയം ക്വാളിറ്റി സോപ്പ് ബേസുകൾ നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ പതയും കട്ടിയുമുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ്. ഫ്രീ ആയിട്ടുള്ള ബേസുകളാണ് കേട്ടോ എല്ലാം. അപ്പം നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ബേസുകളാണ്. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ട് കട്ടിയില്ല, പതയില്ല, ക്വാളിറ്റി കുറഞ്ഞ ബേസുകളാണെന്നൊക്കെ. അപ്പം നമ്മുടെ ബേസ് എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം കാണിച്ചത് നമ്മുടെ ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ആണ്. ഇത് വന്നിട്ട് ഗോട്ട് മിൽക്ക് ബേസ് ആണ് കേട്ടോ. അപ്പം ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഏറ്റവും ബെറ്റർ നമ്മുടെ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസ് ആണ്. ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ ഗോട്ട് മിൽക്കിൻ്റെ ബേസിൽ സോപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഷിയ ബട്ടറിൻ്റെ ബേസും നല്ല മിൽക്ക് വൈറ്റിൽ വരുന്ന ബേസാണ് ഗോട്ട് മിൽക്ക്, ഷിയ ബട്ടറൊക്കെ കേട്ടോ. ഷിയ ബട്ടർ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കാനും യൂസ് ചെയ്യാൻ പറ്റുന്ന ബേസാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബേസിൽ ഷിയ ബട്ടർ ആഡ് ആയിട്ടാണ് വരുന്നത്. ഇനി നല്ല രീതിയിൽ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ നമുക്ക് റിഫൈൻഡ് ഷിയ ബട്ടർ കുറച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് അൾട്രാ വൈറ്റ് ബേസ് ആണ്. അൾട്രാ വൈറ്റ് ബേസും വൈറ്റ് കളറിലാണ് വരുന്നത്. നമ്മുടെ ഗ്ലിസറിൻ ബേസിൻ്റെ അതേ ക്വാളിറ്റിയിലുള്ള ബേസ് തന്നെയാണ് കേട്ടോ അൾട്രാ വൈറ്റ്. എല്ലാം നമ്മൾ 1 kg അതുപോലെ തന്നെ ½ kg കൊടുക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഹണിയുടെ സോപ്പ് ബേസ് ആണ്. ഹണിയുടെ സോപ്പ് ബേസിൽ ലൈറ്റ് ഒരു ക്രീം കളറാണ് കേട്ടോ നമ്മുടെ ഹണിയുടെ ബേസിന് വരുന്നത്. ഓൾറെഡി ഹണി ആഡഡ് ആണ് നമ്മുടെ ഈ ബേസിൽ. നെക്സ്റ്റ് വരുന്നത് അലോവേറയുടെ ബേസ് ആണ്. അലോവേറയുടെ ബേസ് നല്ല പച്ച കളറാണ് കേട്ടോ. ലൈറ്റ് പച്ചയാണ്, നല്ല ഡാർക്ക് പച്ചയല്ല. അപ്പോൾ അലോവേറയുടെ ബേസിലും അലോവേറയുടെ കണ്ടന്റ് അടങ്ങിയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ പപ്പായയുടെ ബേസ് ആണ്. പപ്പായയുടെ ബേസ് നല്ല മിൽക്ക്, പപ്പായയുടെ ബേസ് നല്ല മഞ്ഞ കളറിലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു കളറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ബേസ് ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ pH 5.5 ബേസ് ആണ് കേട്ടോ. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ന്യൂ ബോൺ ബേബീസിനായിട്ടാണ് നമ്മൾ ഈ സോപ്പ് ബേസ് യൂസ് ചെയ്യുന്നത്. യാതൊരു തരത്തിലുള്ള കെമിക്കൽസും ഇതിലില്ല കേട്ടോ. ഇത് 5.5 ആണ് ഇതിൻ്റെ pH വരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബേസിൽ ഏറ്റവും റേറ്റ് കൂടുതലുള്ള ബേസ് pH 5.5 ആണ് കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഡോങ്കി മിൽക്കിൻ്റെ ബേസ് ആണ്. ഡോങ്കി മിൽക്കിൻ്റെ ഈ ഒരു സ്ലൈസ് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഫ്ലേറ്റ്സ് പോലെയാണ് നമ്മുടെ ബേസ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ചാർക്കോളിൻ്റെ ബേസ് ആണ്. ചാർക്കോളിൻ്റെ ബേസിൽ ഓൾറെഡി ചാർക്കോൾ ആഡഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിൽ നമുക്ക് സ്മെല്ല് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ എല്ലാ ബേസിലും ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഒപ്പാക്യൂൻ്റെ ബേസ് ആണ് കേട്ടോ. ഒപ്പാക്യൂൻ്റെയും ഡോങ്കി മിൽക്കിൻ്റെയും ഒക്കെ ഏകദേശം ഒരുപോലെയുള്ള ബേസാണ് വരുന്നത്. ഇത് നല്ല ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബേസാണ് കേട്ടോ. അപ്പം ഇത്രയും ബേസുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. ഇനി നമുക്ക് റെഡ് വൈനൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഔട്ടാണ് റെഡ് വൈനൊക്കെ. അപ്പം ഇപ്പം സ്റ്റോക്കുള്ള ബേസുകളാണ് ഇതെല്ലാം. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ബേസുകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ബേസുകളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് റേറ്റ് കൂടുകയാണെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല പ്രോഡക്റ്റുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് പിന്നീടും അതുപോലെ തന്നെ സെയിൽസ് വരുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാഡ് ആയിട്ടുള്ളത് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് സെയിൽസേ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അതുപോലെ തന്നെ സോപ്പ് ഉണ്ടാക്കാനുള്ള ഫ്രാഗ്രൻസ് ഓയിൽസ്, അതുപോലെ എക്സ്ട്രാക്റ്റ്, ജെല്ലുകൾ, പൗഡേഴ്സ്, ഇതിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ എന്തൊക്കെ ഫ്രാഗ്രൻസ് ഉണ്ട്, എക്സ്ട്രാക്റ്റ് ഉണ്ട്, ജെല്ലുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ. അപ്പം നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് കാണാം. നിങ്ങൾക്ക് ബേസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എവിടേക്കാണെങ്കിലും നമ്മൾ കൊറിയർ വഴി അയച്ചു തരുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴിയായിരിക്കും നമ്മൾ അയക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ബേസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ബൈ.